പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി ബുധനാഴ്ച. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്കെല്ലാ പേർക്കും അറിയാം, പരിശുദ്ധ ജപമാലയുടെ മാസമാണ്. പരിശുദ്ധ ജപമാല എന്നാൽ പരിശുദ്ധ അമ്മയിലേക്കുള്ള ഒരു വഴിയാണ്. പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ കർത്താവായ ഈശോയിലേക്കുള്ള ഒരേ ഒരു വഴിയാണ്. നമുക്കറിയാം, മറിയം വഴി യേശുവിലേക്ക് എന്ന് നമ്മൾ ചെറുപ്പം മുതൽക്കേ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ മാസം ഒക്ടോബർ 2025 ഈ ജപമാല മാസം എങ്ങനെ ഭക്തിയോടുകൂടി ആദരവുപൂർവ്വം കൊണ്ടാടാം എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒരിക്കലും നടക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ, അവ ഓരോന്നും പരിശുദ്ധ ജപമാലയിലൂടെ ദൈവപിതാവിൽ നിന്ന് പരിശുദ്ധ മറിയം വഴി യാചിച്ച് സ്വന്തമാക്കാനുള്ള ഒരു അവസരം അത് എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോസ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ച ദിവസം വൈകുന്നേരവും ഞങ്ങൾ ആ പ്രാർത്ഥന രേഖപ്പെടുത്തി 33 തവണ കരുണക്കുന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞങ്ങൾ വായിക്കുകയും അത് ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ച് മുടങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ഇതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അയച്ചിട്ടുള്ള കമൻറ്റുകൾക്ക് പ്രാർത്ഥനയിലൂടെ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി പേർ അതിൽ നിന്നും എനിക്ക് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ടുമുണ്ട്. അതിലെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി, നമ്മുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി ഓരോ മക്കൾക്കും അവരുടെ നിയോഗങ്ങൾ സാധ്യമായത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലുള്ള പ്രാർത്ഥനാ വീഡിയോസ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണേ. ഈ പരിശുദ്ധ ജപമാല ഒക്ടോബർ മാസം നമുക്കെങ്ങനെ കൊണ്ടാടാമെന്ന് നോക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ലഭിച്ചു കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു, പരീക്ഷയിൽ വിജയിച്ചു കഴിഞ്ഞു, ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എന്ത് നിയോഗവും സാധ്യമാകും. ആദ്യം തന്നെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ അതൊരു വെള്ള പേപ്പറിൽ എഴുതുക. 31 നിയോഗങ്ങൾ, 31 നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് ദൈവം നടത്തി തന്നു എന്ന് എഴുതി വയ്ക്കുക. ഈ ഒരു പേപ്പർ 3 മടക്കി വിശുദ്ധ ബൈബിളിൽ വയ്ക്കുക. ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുക. എന്നും ബൈബിളിൽ നിന്ന് ഈ എഴുതി വെച്ച ഈ പേപ്പർ എടുത്ത് നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള 31 നിയോഗങ്ങൾ ഒരു തവണ വായിക്കുക. എന്നിട്ട് ജപമാല ചൊല്ലുക. വളരെയധികം സന്തോഷത്തോടുകൂടി പരിശുദ്ധ അമ്മയെ, അതിലേറെ സന്തോഷത്തോടുകൂടി സ്തുതിയോടുകൂടി നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പരാതി പറയുന്നതിനുപരി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇന്നീ നിമിഷം വരെയും നടത്തിയ ദൈവത്തിനോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ മാതാവിന് ചൊല്ലുന്ന ജപമാല എടുത്ത് ഓരോ മണികളും ചൊല്ലുക. സന്തോഷത്തോടുകൂടി ചൊല്ലുക. കഴിയുമെങ്കിൽ ഓരോ പുഷ്പം മാതാവിൻ്റെ രൂപത്തിൽ സമർപ്പിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഒത്തിരി പ്രായം ചെന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട് അല്ലേ,
അപ്പോൾ കഴിയുമെങ്കിൽ മാത്രം കുമ്പസരിക്കാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും, നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ആർക്കെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കൊണ്ടാകുന്ന എന്തെങ്കിലും ഒരു സഹായം ഈ ഒരു മാസം നിങ്ങൾ ചെയ്യുക. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കും ഏറ്റവും മഹത്വമുള്ളവൻ. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും ദൈവത്തിലൂടെ നിങ്ങൾ മോചിപ്പിക്കപ്പെടും. അതിന് നിങ്ങൾ ആരെ സഹായിച്ചാലും തീർച്ചയായും അതിനുള്ള പ്രതിഫലം ദൈവം തന്നിരിക്കും. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നമ്മൾ പരസ്പരം സഹായിക്കുന്നവരാകാം. മുടങ്ങാതെ ജപമാല ഈ പറഞ്ഞ രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ എല്ലാ പേർക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധ്യമാകാൻ ശക്തിയുള്ള ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. മുടങ്ങാതെ പ്രാർത്ഥന ചൊല്ലുക. സന്തോഷത്തോടുകൂടി സ്തുതിഗീതങ്ങളോടുകൂടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എല്ലാ പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നും എന്നേക്കും. ആമേൻ.